ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അതായത് എൻ്റെ കല്യാണം അടുത്തിരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ബ്രാഹ്മിൺസിന് ഇങ്ങനെ കല്യാണത്തിന് മുന്നേ വീട്ടിൽ വെച്ചിട്ടൊരു സുമംഗലി പ്രാർത്ഥന എന്ന് പറയുന്നൊരു ചെറിയൊരു ചടങ്ങ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തലേ ദിവസം രാത്രിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ മാവില കെട്ടിയിട്ട് തൂക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനെന്നുള്ള വ്യാജേന ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ പരോക്ഷമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നൂലൊക്കെ പിടിച്ച് വലിച്ച് കടിച്ച് ഒക്കെ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള മട്ടിൽ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മാർച്ച് 29 രാത്രിയിലത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നമ്മളതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടെല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മാവില ഇങ്ങനെ കെട്ടി ഒക്കെ അവിടെ തൂക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം രാത്രി നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്കിങ്ങനെ വെറ്റിലപാക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചടങ്ങ്. വെറ്റിലപാക്കും ഊണും കൊടുക്കുക ഉച്ചത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്താ പറയുക, ബ്ലൗസ് പീസ്, കണ്ണാടി, വള, മാല, കമ്മൽ, മൈലാഞ്ചി, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കവറിലേക്കൊക്കെ മാറ്റി വെച്ചു. ഇതിപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം മാർച്ച് 30 കാലത്തെ വിഷ്വൽസാണ് കാണുന്നത് കേട്ടോ. അന്ന് കാലത്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മുല്ലപ്പൂവൊക്കെ ഉണ്ട്. അടുത്ത നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പമാണ്. നമ്മൾ 4 സുമംഗലികളെയും ഒരു 10 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെയും വീട്ടിൽ ക്ഷണിച്ചിട്ട് അവരെ ദേവീ സങ്കല്പമായിട്ട് കണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കല്യാണം നടത്തുന്നവരുടെ വീട്ടിലേക്ക് അതൊരു അനുഗ്രഹമായിട്ട് വരും. അതാണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ദേവീൻ്റെ സങ്കല്പമായിട്ട് നമ്മളൊരു കണ്ണാടി വെച്ച് വിളക്ക് കത്തിച്ചിട്ട് അതിലേക്ക് 18 മുഴം പുടവ ഇങ്ങനെ പിരിച്ചിട്ട് ഞൊറിയെടുത്ത് പിരിച്ചിട്ട് ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ ഇങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ വെക്കുന്നുണ്ട്. അങ്ങനെ അത് ദേവിയെ സങ്കല്പിച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. പിന്നെ നമ്മളതൊക്കെ സെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലൊരു മാലയൊക്കെ ഇട്ട് മുല്ലപ്പൂവും ഒക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ ഒരുവിധം അലങ്കരിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗ്രാൻഡൊക്കെ ആക്കാട്ടോ. നമ്മളിപ്പോൾ ഒരു മിനിമലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു ഇതിലാണ്. അതിന് ശേഷം കാലത്ത് കോലം വരയ്ക്കും. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ബ്രാഹ്മിൺസിൻ്റെ വീട്ടിൽ എന്ത് ചടങ്ങ് എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ കോലം വരച്ചിട്ടേ നമ്മൾ അത് ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കോലം വെച്ച് അലങ്കരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. 10 മണിക്കാണ് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ പൂജ സ്റ്റാർട്ട് ചെയ്യാണ്. അമ്മ വിളക്ക് കത്തിച്ചു. അങ്ങനെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ കൊടുക്കുക എന്നുള്ളതാണ്. മഞ്ഞൾ അവർ കാലിൽ തേച്ച് കാല് നന്നായിട്ട് കഴുകിയതിന് ശേഷം അവരകത്തേക്ക് കയറുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അത് വരുന്നത്. കാരണം പണ്ട് കാലത്തൊക്കെ അങ്ങനെയല്ലേ, കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് അകത്ത് കയറുക. ആ ഒരു പഴയ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ മഞ്ഞൾ കൊടുത്ത് അവർ കാല് കഴുകി അകത്ത് കയറുന്നു. അതിന് ശേഷം അവർക്ക് വെറ്റിലപാക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുങ്കുമവും ചന്ദനവും മുല്ലപ്പൂവും കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിവരിങ്ങനെ അകത്തേക്ക് കാല് കഴുകി കയറുമ്പോൾ വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് ക്ഷണിക്കും. അങ്ങനെ ഇതേ കണ്ടില്ല, അതുപോലെ മുല്ലപ്പൂവ്, ചന്ദനം, കുങ്കുമം ഇതെല്ലാം അവർക്ക് തൊടാൻ കൊടുത്തിട്ട് അവരകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്.
ഇനി നമ്മളെല്ലാവർക്കും ഇലയിട്ട് ഭക്ഷണം വിളമ്പുകയാണ്. അങ്ങനെ ഇലയിട്ട് നമ്മളെല്ലാ വിഭവങ്ങളും വിളമ്പി കഴിഞ്ഞു. അവർ കഴിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് വീട്ടിലുള്ള എല്ലാവരും കുറച്ച് അക്ഷരയും പൂവും കയ്യിൽ വെച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് ആ കണ്ണാടിയുടെ മുന്നിലേക്കും ഇപ്പുറത്ത് വെച്ചിട്ടുള്ള ദേവിയുടെ ഫോട്ടോയിലേക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കും. അതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അവർ ഊണ് കഴിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് വിളമ്പേണ്ട ഒരു തിരക്ക് വന്നപ്പോൾ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അവരെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ പായയിൽ അവരെ ഇരുത്തിയിട്ട് മുറുക്കാൻ ആവശ്യമുള്ളവർക്ക് മുറുക്കാനുള്ള വെറ്റില, ചുണ്ണാമ്പ്, പാക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളവർക്ക് മുറുക്കാം കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇവരെ ദേവിമാരായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ വീട്ടിലുള്ള എല്ലാവരും അവരെ 3 പ്രദക്ഷിണം വെച്ചിട്ട് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങും. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ അവരെയെല്ലാം യാത്ര അയച്ചതിന് ശേഷം വീട്ടിലുള്ളവർ ഭക്ഷണം കഴിച്ചു. നമ്മളും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ കല്യാണത്തോടനുബന്ധിച്ചിട്ട് ആദ്യമായിട്ട് വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ സുമംഗലി പ്രാർത്ഥന. അതിനോടനുബന്ധിച്ചിട്ടാണ് ബാക്കിയെല്ലാം പിന്നാലെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.